ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു 2026 മാസ്റ്റർ പ്ലാൻ ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ നമ്മുടെ ലൈഫ് ബെറ്റർ ആവാൻ വേണ്ടി നമ്മളെപ്പോഴും 4 ഏരിയാസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഏരിയയിലാണ്, അതുപോലെ സെക്കൻഡ് വൺ നമ്മുടെ പ്രൊഫഷണൽ സൈഡാണ്, അതുപോലെ തേർഡ് വൺ വന്നത് നമ്മുടെ ഫാമിലിയാണ്, നെക്സ്റ്റ് വൺ നമ്മുടെ റിലേഷൻഷിപ്സ് ആണ്. നമ്മളിപ്പോൾ ഈ 4 ഏരിയാസിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്തായാലും നല്ല ബെറ്ററായി മാറും. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ സൈഡാണ്. 2026 നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത്, മെൻ്റൽ പീസ്, കോൺഫിഡൻസ്, ഡെയിലി ഹാബിറ്റ്സ് ഒക്കെയാണ്. നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ഹാബിറ്റ്സും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. അതിനകത്ത് ഫസ്റ്റ് വണ്ണായിട്ട് വരുന്നത് നമ്മൾ ഡെയിലി 20 to 30 മിനിറ്റ്സ് നടക്കാനോ അല്ലെങ്കിൽ യോഗ ചെയ്യാനോ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാനോ നമ്മുടെ ടൈം എങ്ങനെയും കണ്ടുപിടിക്കണം. അതുപോലെ അത് ഒരു റൊട്ടീനാക്കി മാറ്റും വേണം. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു സ്കിൻ കെയർ, ഹെയർ കെയർ റൊട്ടീനൊക്കെ സെറ്റ് ചെയ്ത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കണം. പിന്നെ നമ്മൾ നോക്കേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഒരു 8 hours സ്ലീപ്പ് കിട്ടാൻ വേണ്ടി നോക്കണം. അതുപോലെ നല്ല രീതിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. പിന്നെ നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടി നോക്കണം. എസ്പെഷ്യലി നൈറ്റ് ടൈമും ഏർലി മോർണിംഗ് ടൈമുള്ള സ്ക്രീൻ യൂസേജ് നമ്മൾ നന്നായിട്ട് ലിമിറ്റ് ചെയ്യാൻ നോക്കണം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൽസ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് വരയ്ക്കാൻ വേണ്ടി കഴിവുണ്ടെങ്കിൽ, അത്യാവശ്യം വരയ്ക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നന്നായിട്ട് കുറച്ചും കൂടെ നന്നായി വരയ്ക്കാൻ നോക്കുക. അതല്ല ഡാൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറച്ചും കൂടെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പാട്ട് പാടാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ കുറച്ചും കൂടെ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുക. കുറച്ചും കൂടെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലോട്ട് ഇൻവോൾവ് ആവാൻ നോക്കുക. പിന്നെ മാക്സിമം ഒരു ബുക്കെങ്കിലും ഒന്ന് വായിച്ച് തീർക്കാൻ നോക്കുക. പിന്നെ കുറച്ച് കുക്കിംഗ് സ്കിൽസൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ ഏതെങ്കിലും ഒരു കോഴ്സുകളൊക്കെ ചെയ്ത് നമ്മുടെ കരിയറിനും നമ്മുടെ ലൈഫിനും എല്ലാം ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് ചെയ്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് പേഴ്സണൽ സൈഡ് വെച്ചിട്ട് നോക്കേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യാം. സോ നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ പറ്റിയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കരിയേഴ്സ് ആൻഡ് സ്കിൽസിനെ പറ്റിയിട്ടാണ്. 2026 നമ്മുടെ കരിയർ എന്തായാലും ഇമ്പ്രൂവ് ആവും, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് പറ്റിയ കുറച്ച് ട്രെയിനിങ്സ് എടുക്കുക, കോഴ്സുകൾ എടുക്കുക, അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മുടെ പഠിക്കുന്ന ഒരു ടെക്നിക്ക് മാറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ടെക്നിക്ക് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്യാം, എക്സാമിന് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി എങ്ങനെ എന്തൊക്കെ രീതിക്കാണ് ട്രൈ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി നല്ല രീതിക്ക് നമ്മൾ അങ്ങനെ നോക്കുക. ഇപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ എങ്ങനെയാണ് ഒരു ഹൈക്ക് കിട്ടുക അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടുപിടിക്കുക. അതിനെപ്പറ്റി കുറച്ച് കോഴ്സുകൾ എടുക്കുക, ട്രെയിനിങ്സ് എടുക്കുക, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു ഡെവലപ്പറാണെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ലാംഗ്വേജിനെ പറ്റി കുറച്ചും കൂടി ഡീപ്പ് നോളജ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. പിന്നെ അതിനെ പറ്റി കുറച്ച് കൂടുതൽ ട്രെയിനിങ്സ്, സർട്ടിഫിക്കേഷൻസ്, കോഴ്സുകളൊക്കെ എടുക്കുക. നമുക്ക് ഒത്തിരി ഫ്രീ ആപ്ലിക്കേഷൻസ് ഉണ്ട്. യൂട്യൂബിലാണെങ്കിലും യുഡെമി, കോഴ്സിലൊക്കെ ഇഷ്ടമാതിരി ട്രെയിനിങ്സ് ഒക്കെ അവൈലബിൾ ആണ്. സോ അതെല്ലാം നോക്കി ചെയ്യുക. സോ നമ്മൾ ഒന്നെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ഒരു 1 hour നമ്മളിതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൈം മാറ്റി വയ്ക്കുമെന്ന് നമുക്ക് തന്നെ ഒരു പ്രോമിസ് കൊടുക്കാം. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സേവിങ്സിനെ പറ്റിയിട്ട്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സാലറി കിട്ടും. ഫുൾ സാലറി നമ്മൾ ആ ഒരു മാസം കൊണ്ട് തന്നെ സ്പെൻഡ് ചെയ്ത് തീർക്കാതെ കുറച്ചെങ്കിലും അതിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയാണ്. സോ നമ്മുടെ വർക്ക്, സ്ട്രെസ്സ്, ബിസി ലൈഫ് എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് ഫാമിലി ടൈം വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ മന്ത്ലി ഒരു ചെറിയ ഔട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു മൂവി നൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യുക. ഡെയിലി ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും നമ്മുടെ ഫാമിലിയുടെ കൂടെ എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. അതുപോലെ ഞാൻ നേരത്തെ നമ്മുടെ പേഴ്സണൽ ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു നമ്മുടെ കുക്കിംഗ് സ്കിൽസൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി വൺസോ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ട്രൈ ചെയ്യാം. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയോടുള്ള ബോണ്ടും കൂടും, നമ്മുടെ കുക്കിംഗ് സ്കിൽസും കൂടുകയാണ്. നെക്സ്റ്റ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സ് ആണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനകത്ത് ലവ് ലൈഫ് മാത്രമല്ല ഉള്ളത്, നമ്മുടെ ഫ്രണ്ട്ഷിപ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. സോ എപ്പോഴും നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്സ് ചൂസ് ചെയ്യാൻ നോക്കുക. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ റിലേഷൻഷിപ്സിൻ്റെ ഇടയിൽ എപ്പോഴും ക്ലിയർ കമ്മ്യൂണിക്കേഷനും ചെറിയ മീറ്റപ്സും ചെറിയ വീഡിയോ കോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എപ്പോഴും ട്രൈ ചെയ്യുക. നിങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആവുന്ന കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ 2026 മാസ്റ്റർ പ്ലാൻ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ പോസ് ചെയ്ത് ഇതിൻ്റെ നോട്ടും എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റിയ രീതിയിലേക്ക് ഞാനിപ്പോൾ പറഞ്ഞ പ്ലാൻ ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കുക. സോ ഐ
ഹോപ്പ് നിങ്ങൾ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്യും. 2026 നല്ല സിമ്പിളായി, മീനിങ് ഫുള്ളായി, ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.